മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോൺഗ്രസ് സിപിഎം സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ കേരള ജേർണലിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുമായ ഷാനവാസ് കടക്കലിന് മേടെ ആക്രമണമുണ്ടായി. കുറ്റവാളിയായ സിപിഎം പ്രാദേശിക നേതാവും അഡ്വക്കേറ്റ് പ്രഫുല്ല ഘോഷിനെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംഭവം മേഖലയിലുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. മാധ്യമപ്രവർത്തകർ ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. കടക്കലിൽ നടന്ന സംഭവം മാധ്യമപ്രവർത്തകരുടെയും പത്രസ്വാതന്ത്ര്യത്തിന്റെയും സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയ വെല്ലുവിളിയായി വിലയിരുത്തപ്പെടുന്നു. കടക്കലിൽ മാധ്യമപ്രവർത്തകൻ ഷാനവാസ് കടക്കലിനെതിരെ നടന്ന ആക്രമണത്തിനെതിരെ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഉൾപ്പെടെ കേരള ജേർണലിസ്റ്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. പത്രസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ സമൂഹം ഒരിക്കലും അനുവദിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയും മാധ്യമ സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. കടക്കലിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും മാധ്യമങ്ങളിലും ശക്തമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചിൽ കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കുടുരുത്തി, സംസ്ഥാന സെക്രട്ടറി വി.എസ്. ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന രക്ഷാധികാരി ജി. ശങ്കർ, ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് പുനലൂർ, മലയാള മനോരമ റിപ്പോർട്ടർ ഗോപൻ കടക്കൽ, കേരള കൗമുദി റിപ്പോർട്ടർ മനോജ് കടക്കൽ, അസോസിയേഷൻ ഭാരവാഹികളായ ബിനു അഞ്ചൽ, ഷാജി പ്രഭാകർ, ഷാജി, സുകേശൻ ചൂളിക്കാടൻ, അനിൽകുമാർ ചാത്തന്നൂർ, മനോജ് വന്മറ, ശ്രീനാഥ് ചടയങ്കാല, ശ്രീനാഥ്, ശ്രീകുമാർ, ആലം തുടങ്ങിയവർ സംസാരിച്ചു. വാർത്ത ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് നിന്ന് തള്ളി ഉടുപ്പിന് കുത്തിപ്പിടിച്ച് തള്ളി കൊണ്ടുവന്നു കടക്കൽ ഫാൻസിയുടെ ഭിത്തിയിൽ കൊണ്ടുവന്ന് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു. ന്യായമായ നമ്മുടെ ആവശ്യം പോലീസ് അംഗീകരിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ 2019 ഇവിടെ ഒരു സംഘർഷമുണ്ടായി. സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിരുന്ന സിഐക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മനോരമ ചാനലിന്റെ പ്രാദേശിക ലേഖകനായ ബിനുവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ആ സാഹചര്യത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് കേസെടുത്തു. അത് നമ്മൾ അംഗീകരിക്കും. നമ്മൾ പ്രശ്നവുമായി മുന്നോട്ട് പോയില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് വന്ന മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രഫുല്ല ഘോഷിന് എത്ര കേസുണ്ട് എന്ന് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 7ഓളം കേസുകൾ കടക്കൽ പോലീസിൽ നിലവിലുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ പോലും ഉൾപ്പെടുത്തേണ്ട ആളായി വക്കീൽ ഇവിടെ വിലസുമ്പോൾ കാഴ്ചക്കാരായി പോലീസ് നിൽക്കുന്നത് ദയനീയമാണ്. അതുപോലെ തന്നെ 2019 പോലീസ് എടുത്ത കേസ് ഇവിടെ ഞങ്ങൾ പരിശോധിച്ചു. എഫ്ഐആർ നമുക്ക് കിട്ടുന്നില്ല. പരിശോധന നടത്തി ബഹുമാനപ്പെട്ട കടക്കൽ കോടതിയിൽ നമ്മൾ പരിശോധന നടത്തി, അവിടെ കേസില്ല. ചടയമംഗലം കോടതിയിൽ നമ്മൾ പരിശോധന നടത്തുമ്പോൾ പോലീസ് റഫർ എഴുതി കൊടുത്തിരിക്കുന്നു. ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്? റഫർ എഴുതി കോടതിയിൽ കൊടുത്തിരിക്കുന്നു. നാണമില്ലേ പോലീസെ നിങ്ങൾക്ക്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത്? സാധാരണക്കാരന്റെ നികുതി പണം ശമ്പളമായി വാങ്ങുമ്പോൾ സാധാരണക്കാരന് വേണ്ടി നിൽക്കേണ്ട പോലീസ് ആക്രമിയെ സംരക്ഷിക്കുന്നു. അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ 3-ാം തീയതി ആ കേസ് കോടതിയിൽ ഇരിപ്പുണ്ട്. ബിനുവിന് നോട്ടീസ് വന്നിട്ടില്ല. ബിനുവിന് ഒരു രീതിയിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഏകപക്ഷീയമായി പോലീസ് കേസെടുക്കുകയും അതിനുശേഷം അത് ഒന്ന് അടങ്ങുമ്പോൾ എഴുതി തള്ളുന്ന നിലപാട് കടക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് എതിരെയാണ് നമ്മൾ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധു അവർ, ഇവിടുത്തെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ ശങ്കർജി, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ ചടയമംഗലം, സ്നേഹം നിറഞ്ഞ നമ്മുടെ ഈ മേഖലയിലെ പത്രപ്രവർത്തകരെ സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗ്യം അത്യാവശ്യം നമ്മുടെ ഒരു കാര്യം നമ്മൾ ഇന്ന് ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പോലീസ് എന്തിനാണ്? ഞങ്ങൾക്ക് നിയമം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞങ്ങൾക്കാവും.
ഞങ്ങൾ സ്വാഭാവികമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളായാലും ശരി, ഇവിടെ ഉണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങളായാലും ഇതെല്ലാം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് നല്ലൊരു പരിപാടി ഇവിടത്തേക്കല്ല, ഈ സംസ്ഥാനത്ത് DGPയുടെ ഓഫീസിലേക്കായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കായാലും ഞങ്ങൾക്കൊരു പ്രതിഷേധ മാർച്ച് നടത്താൻ ഞങ്ങൾക്ക് ഇന്ന് അതിനുള്ള തന്റെ ഇടപെടൽ ശക്തിയുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇന്ന് സംസ്ഥാനത്ത് ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ അവിടുത്തെ വരുന്ന മെയിൻ സെന്ററുകളിലെല്ലാം ഞങ്ങളുടെ പ്രസ് ക്ലബ്ബുകളുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ ഇന്ന് ഇതിനൊന്നും മുതിർന്നില്ല. ഞങ്ങളുടെ ഈ മേഖലയിൽ കടക്കല്, ചടയമംഗലം, അഞ്ചൽ മേഖലയിലുള്ള ഞങ്ങളുടെ ഓൺലൈൻ അല്ലെങ്കിൽ ദൃശ്യ പിന്നെ അതുപോലെ അച്ചടി മാധ്യമങ്ങളുടെ പ്രവർത്തകരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഒരു മാർച്ച് നടത്തുന്നതിനോ അല്ല മറ്റുള്ള ഒരു കാര്യത്തിനൊക്കെ ഞങ്ങൾക്ക് ശക്തിയുണ്ട്. ഞങ്ങളിൽ ഇവിടെ CPM-കാരുണ്ട്, BJP-കാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, CPI-കാരുണ്ട്, എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതിനുള്ള. പക്ഷെ ഇവിടെ ഒരു വക്കീല് അദ്ദേഹത്തിന്റെ പേരിൽ പോക്സോ കേസ് അടക്കം ഏതാണ്ട് 7ഓളം കേസുകളുണ്ട്. എന്തുകൊണ്ട് പോലീസ് ഇത് ചെയ്യുന്നില്ല? ഇവിടുത്തെ മനോരമയുടെ ലേഖനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശിക പ്രസ് ക്ലബിന്റെ ശ്രീ ബിനുവിനെതിരെ നേരത്തെ ഷാനവാസ് സൂചിപ്പിച്ചു. എന്താണ് പോലീസിന് ഒരു വക്കീലിന് ഇത്ര പേടി? എന്താ നിങ്ങൾ തമ്മിൽ എന്താ ഈ അഭേദ്യമായ ഒരു ബന്ധം? എന്താ? ഞാൻ ആ വാചകം ഉപയോഗിക്കുന്നത് വേറെ വെച്ചൊരിതല്ല. ഇവിടെ കഴിഞ്ഞ 2019 ശ്രീ ബിനുവിനെ മർദ്ദിച്ചു. അന്ന് പോലീസ് കേസെടുത്തു. ഇപ്പൊ അത് റഫർ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നു. നിങ്ങളെന്താ ഒരു വക്കീലിന് ഇത്ര പേടി? എന്താ? അതോ CPM-കാരനായോണ്ടാണോ? ഞങ്ങൾക്ക് പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് CPM-കാരനെ പേടിക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായി നമ്മൾ വാർത്തകൾ ചെയ്യും. ഇദ്ദേഹത്തിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട്. ആ കേസിന്റെ വിശദാംശം ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ നേരത്തെ നിങ്ങൾക്കറിയാം, ഇവിടെ സംസ്ഥാനത്ത് നിന്ന് ഇപ്പൊ രൂക്ഷമായി നിൽക്കുന്ന പ്രശ്നമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഉന്നതിയിൽ നിന്ന ഒരാളാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ വെറും ഒരു ചെറിയ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം എടുത്ത ഒരു ചെറിയ ഒരു ഇന്റർവ്യൂവിൽ കൂടിയാണ് ഈ സംഭവം ഇന്ന് സംസ്ഥാനത്ത് വ്യാപകമായത്. അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. അതുവരെ ഞങ്ങൾക്ക് ചെയ്യാനാവുമെങ്കിൽ ഇവിടുത്തെ വെറും ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ഇവിടുത്തെ സത്യത്തിൽ ഈ പോലീസ് പേടിക്കുന്ന അദ്ദേഹം കുണ്ടാരിശ്ശി കണ്ടാക്ഷിയാണ്. ഞങ്ങളിത് കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി, ഞാനും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധുസാറൂടെ ഞങ്ങൾ പോയി റൂറൽ എസ് പി കണ്ടു. അദ്ദേഹം പറഞ്ഞത് എടുക്കാം. ഞാൻ ചോദിച്ചു അവിടുത്തെ CCTV ദൃശ്യങ്ങൾ വരുന്നു പറഞ്ഞു. നിങ്ങൾ നടപടി എടുത്തില്ല, ഞങ്ങൾ നാളെ DGP-യെ കാണും. അതിനു മുമ്പ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണി അതും കാണും. ആരെ കാണണമെങ്കിലും ഞങ്ങൾ അതിന്റെ പുറകെ പോകും. പക്ഷെ ഈ കേസ് അതിന്റെ തെളിവുകൾ CCTV ദൃശ്യങ്ങൾ എടുത്ത് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടികൾ എടുക്കും. പിന്നെ ഞങ്ങൾ എപ്പോഴും ക്യാമറയിലുള്ള കക്ഷികളാണ്. ഞങ്ങൾ 4 സൈഡിലും ക്യാമറ വെക്കുന്ന കക്ഷികളാണ്. എവിടൊക്കെ വെക്കണമെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഈ പ്രഫുല്ല ഘോഷിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും അത് ഏതൊക്കെ രീതിയിൽ അദ്ദേഹം ഇനി ഏതെങ്കിലും തരത്തിലൊരു ഞങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകന്റെ ഇത് തൊട്ടാൽ ഇപ്പൊ ഈ നടപടികളില്ലെങ്കിൽ ഏത് തരത്തിൽ അക്രമം നടത്തണമെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഞങ്ങൾ മോശക്കാരൊന്നുമല്ല. ഞങ്ങൾ ഈ പരിപാടിയെ കഴിഞ്ഞിട്ടാണ് മാധ്യമരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കും അതിന്റെ പിൻബലമുണ്ട്. ഞങ്ങൾക്കൊന്നു പറയാനുള്ളത്, ഇവിടുത്തെ ആക്രമിച്ച് നിങ്ങളുടെ കൂടെ നിർത്താൻ CPM ശ്രമിക്കരുത്. ബഹുമാന്യായ ഇവിടുത്തെ CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടിയായ അദ്ദേഹം കടക്കൽ സ്വദേശിയാണ്. അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയോ അദ്ദേഹം ഏരിയ കമ്മിറ്റി അംഗമോ ആരും ആയിക്കോട്ടെ, 6ഓളം കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. ഈ 6 കേസ് വന്ന സാധാരണ പാവപ്പെട്ട ഒരുത്തനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവനെ ഏതെങ്കിലും തരത്തിൽ കാപ്പ കേസിൽ ഉൾപ്പെടുത്തി നിങ്ങൾ അകത്താക്കും. ഇതെന്താ വക്കീലെന്താ കൊമ്പുണ്ടോ? അതോ കോട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പേടിയാണ്? നിങ്ങളത് പറ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായില്ലേ? 6 കേസ് എടുത്തിട്ട് കുറെ കഴിയുമ്പോഴത്തേന് ഇതിന്റെ പുറകെ. പക്ഷെ ഞങ്ങൾ ഈ കേസിന്റെ പുറകിൽ ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ നോക്കിയിരിക്കും. ഞങ്ങളുടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് ഏത് പോലീസുകാരാണ് സഹായിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലും ഞങ്ങൾ ക്യാമറ വെക്കും. നമുക്കെല്ലാം ചില സ്വഭാവങ്ങളുണ്ട്. നമ്മൾ എന്തായാലും എപ്പോഴും ഇതിനകത്തായിരിക്കുന്നില്ല. ഇപ്പൊ ഇതൊക്കെ വോട്ടിട്ട് വക്കീല് പുറത്തിറങ്ങും, പോലീസ് ആയാലും കഴിയുമ്പോൾ പുറത്തിറങ്ങും. അപ്പൊ നിങ്ങളുടെ എല്ലാം പിന്നിൽ ഞങ്ങൾ ഇവിടെ ഇപ്പം ഇത് ചെയ്യുന്ന ഇവിടുത്തെ SHOയുടെ പിന്നിൽ ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് ഇതിന്റെ നടപടി എടുക്കുന്നത് അറിയാൻ വേണ്ടി. അതുപോലെ വക്കീലിന്റെയും നമ്മൾ കുറെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കും. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെല്ലാം ഇദ്ദേഹത്തിന്റെ എല്ലാ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വിശിഷ്യ പോലീസിനോട് പറയാനുള്ളത്, ഞങ്ങളത് ഓരോന്നിനെ റൂറൽ എസ് പിയുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാനത് ചെയ്യാം, സംസാരിക്കാം, അവിടുത്തെ CCTV എടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ കേസുകൾ എടുക്കുമെന്ന് ഞാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ കൂടുതൽ നടപടികളിലേക്ക് കടക്കരുത്. 6 കേസുള്ള ഒരു പ്രതിയെ എന്തിനാ നിങ്ങൾ ഭയക്കുന്നത്? നിങ്ങൾ നിയമം നടപ്പിലാക്കാനോ അതോ CPM-ന്റെ നിർദ്ദേശം പാലിക്കാനോ നിങ്ങൾ ശ്രമിക്കുന്നത്?
നിങ്ങൾ അത് ചെയ്തോ, നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണേണ്ടി വരും. പക്ഷേ കുറ്റക്കാരനെ സംരക്ഷിക്കാനുള്ള പോലീസിന്റെ നടപടി അവസാനിപ്പിക്കണം. ഞങ്ങൾ ഒരു സൂചനാ സമരം മാത്രമാണ് ഈ പ്രതിഷേധങ്ങളുമായിട്ട് സഹകരിച്ച് വരുന്നത്. ഞങ്ങൾക്കല്ല രാഷ്ട്രീയക്കാരെ കുറിച്ച് ഇതൊന്നും ചാടിക്കടക്കാൻ അറിയാൻ വയ്യാത്തവരല്ല. ഞങ്ങൾ ഇതെല്ലാം ചാടിക്കടന്ന് വന്നവരൊക്കെ തന്നെയാണ്. ഞങ്ങൾ അതിനും ഞങ്ങൾ പഠിക്കില്ല. അതുകൊണ്ട് ശക്തമായ നടപടി ഈ കോട്ടിട്ട കാവാലികനെതിരെ, ഈ മർദ്ദനവീരനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങും. അത് ചിലപ്പം ഈ പറയുന്ന പോലെ ഈ കേസ് എഴുതിത്തള്ളാൻ നിൽക്കുന്ന പോലീസുകാർക്ക് ബുദ്ധിമുട്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധു അവറുകളെ ക്ഷണിക്കും. ഈ സമര പരിപാടി അധ്യക്ഷൻ ജില്ലയുടെ പ്രസിഡന്റുമായ ഏറെ ആരാധനായ ദാസേട്ടൻ, ഈ സംഘടനയുടെ സംസ്ഥാന രക്ഷാധികാരി ശങ്കർ സാർ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഷാനവാസ്, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയ ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ട ഉദ്യോഗസ്ഥർ, ഏറെ വിഷമത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം നിയമം നിയമത്തിന്റെ വഴിയിലും കൃത്യമായ രീതിയിൽ അത് പാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ലായിരുന്നു എന്ന കാര്യമാണ് ആദ്യമായി അറിയിക്കുവാൻ. മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വലിച്ചിഴക്കരുതായിരുന്നു. കാരണം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് മാധ്യമപ്രവർത്തനം. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായി ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോ ആ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ അത് കൈവിടുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലവിലിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. ഇവിടെ നമ്മുടെ ഷാനവാസിന്, ജില്ലയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം, ഏഷ്യാനെറ്റിന്റെ ഇവിടുത്തെ സ്ട്രിങ്ങറാണ്. അദ്ദേഹത്തെ മർദ്ദിക്കുകയും അദ്ദേഹത്തെ നിരന്തരമായി തുടർന്ന് നടന്ന പല ദിവസങ്ങളിലും ഈ പറഞ്ഞ പ്രഫുല്ല ഘോഷ് കാണുന്ന സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇതൊക്കെ അദ്ദേഹം തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഇവിടുത്തെ ഒരു വ്യക്താവാണ്. പൊതുജനങ്ങളുമായി അത്രയധികം അടുത്തു നിൽക്കുന്ന ആളാണ്. എങ്ങനെയാണ് പൊതുജനങ്ങളുമായി പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരുമായി എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇടപഴകേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കേണ്ട വ്യക്തിയാണ്. അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ ഖേദമുണ്ട്. പക്ഷേ ആ ഖേദത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ദൗർഭാഗ്യകരമെന്ന് അദ്ദേഹത്തെ അറിയിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോട് ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഈ കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തക സംഘടനയാണ്. ഈ സമര പരിപാടി, ഈ പ്രതിഷേധ മാർച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇത്രയും പേരെ ഉള്ളോ എന്ന ഒരു ചോദ്യം ഉണ്ടായി. എല്ലാ ഉദ്യോഗസ്ഥരോടും പൊതുജനങ്ങളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഒരു പഞ്ചായത്തിൽ എത്ര പേരുണ്ടാവും? ഒരു വാർഡിൽ 1000, 1500, 2000 പേര്. ഇതിപ്പോൾ അവിടുത്തെ ആ ഒരു വാർഡിന്റെ പ്രത്യേകത അനുസരിച്ച് അങ്ങനെ ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിൽ 10-15 വാർഡുണ്ടാവും. ഒരു 15,000 അല്ലെങ്കിൽ 20,000 പേരായിരിക്കും ആ പ്രദേശത്തുണ്ടാകുക. അവിടെ ഒരു മാധ്യമ പ്രവർത്തകനെ ഉണ്ടാകും. ഒരു 20,000 പേര് വരുന്ന ജനതയുടെ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ആ 20,000, 25,000 പേര് വരുന്നവരുടെ വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കളാണ്. അവരുടെ വിലയും നിലയും അതുതന്നെയാണ്. ഈ 20,000 പേരെ വെച്ച് നോക്കിയാൽ ഇതും തുലനം ചെയ്ത് നിൽക്കും, ഒരേപോലെ നിൽക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഈ മാധ്യമപ്രവർത്തകരുടെ കഴിവും ശേഷിയും ചേമുഷിയും. അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തലങ്ങളിലും നിൽക്കുന്നവർ ഈ മാധ്യമ പ്രവർത്തകരോട് പെരുമാറുവാനും ഇടപഴകുവാനും വേണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതൊരു അഭ്യർത്ഥനയായിട്ടാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നിരവധി വിഷയങ്ങൾ
ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഭിമാനത്തോടു കൂടി പറയട്ടെ, ആയിരക്കണക്കിന് പേരുടെ വിഷയങ്ങൾ, അവരുടെ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളവർ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ തന്നെ പരിഹരിച്ചിട്ടുള്ളവരാണ് മാധ്യമപ്രവർത്തകർ. നിങ്ങൾ തരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തോട് സമ്മതിക്കുമ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത് ഈ സമൂഹത്തിന് വിഷയങ്ങളാണ്. അത് പരിഹരിക്കപ്പെടുന്നത് ഔദ്യോഗിക തലങ്ങളിൽ നിന്നുള്ളവരുടെ ഇടപെടലുകളുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളോട് ഇത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ഖേദമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ബഹുമാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഏറ്റുമാനൂരിൽ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രം പറയുവാനാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ശേഖരിക്കുന്നതിന് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളത് വേണ്ട വിധം തന്നെ കൈകാര്യം ചെയ്തു. 2 പേരും സസ്പെൻഷനിലായി. ആരെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുള്ളതാണ്. കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വിഷയമുണ്ടായത്. വീണ്ടും പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. തലേ ദിവസം പോലീസിന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വിളി വന്നു. പക്ഷെ തലേ ദിവസമാണ് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ വിഷയം എഴുതുന്നത്. പത്രപ്രവർത്തക അസോസിയേഷന്റെ ലെറ്റർ പാഡിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിന് പരിഹാരമുണ്ടായി എന്ന് വെച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോഴും പറയുന്നു, ആർക്കെതിരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല മാധ്യമ പ്രവർത്തകരുടെ കടമ. ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യപ്പെടുക, അതാണ് നമ്മുടെ കടമയും ധർമ്മവും. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംഘടനയും ഇതിലുള്ള ഓരോ അംഗങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ടാകരുത് എന്നാണ് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കൂടാതെ ഈ പറയുന്ന പ്രഫുല്ല ഘോഷ്, ഇപ്പോ ബഹുമാനപ്പെട്ട പ്രഫുല്ല ഘോഷ് അത് അങ്ങയുടെ ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, പ്രഫുല്ല ഘോഷ് ഈ കടക്കൽ എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലെ ഒരാൾ മാത്രമാണ്. കൊച്ചാക്കി കാണിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇതിന് മുകളിലേക്ക്, ഇതിന്റെ വേറെ തലങ്ങളിലേക്ക് ആൾക്കാരുണ്ട്. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സംഘടനയാണ് സുഹൃത്തെ ഈ സംഘടന. കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ഈ സമര പരിപാടി വേണ്ടി വന്നാൽ മറ്റ് ജില്ലകളിലേക്കും ഈ സംസ്ഥാനം ഒട്ടയും വ്യാപിപ്പിക്കുവാനുള്ള കഴിവും ശേഷിയുമുള്ള സംഘടനയാണ് ഈ സംഘടന. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യങ്ങളിലേക്കൊന്നും ഇത്തരം കാര്യങ്ങൾ വലിച്ചഴിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുക. അങ്ങയുടെ പേരിൽ 6-7 കേസുണ്ട് എന്നാണ് അറിയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് അങ്ങ് തന്നെ വിശകലനം ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും പറയുക. അപ്പോൾ അത്തരം ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റം സമൂഹത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു കാര്യം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന വീണ്ടും വെച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ സമര പരിപാടികളിലേക്ക് തള്ളിവിടരുത് എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ 2 വാക്ക് സംസാരിക്കുന്നതായി നമ്മുടെ ആരാധനായ രക്ഷാധികാരി ശ്രീ ശങ്കർജി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന അസോസിയേഷന്റെ പ്രസിഡന്റ് മധു ബഡ്കത്തി, നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് എത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, കടക്കൽ ഇപ്പോഴൊരു ഇതല്ല, അതിനു മുമ്പും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കടക്കൽ ഒരു പ്രത്യേക സ്ഥലമായിട്ട്, അതായത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായിട്ട് കാണിക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. വേറെ ഒരു ജില്ലയിലും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലായിട്ടുള്ള അക്രമങ്ങളും മാധ്യമ പ്രവർത്തകർക്കെതിരെ നടന്നിട്ടില്ല. ഇതിനു മുമ്പ് ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ പല വിഷയങ്ങളായിട്ട് വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്നും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് കരുതപ്പെടുന്ന സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ നടപടികളും എല്ലാവിധമായിട്ടുള്ള സംരക്ഷണവും നൽകണമെന്ന്. അതിനെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവിടെ ഭരണം കയ്യിലുണ്ടെന്നും പറഞ്ഞ്
ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് തോളിൽ കയറാനും ഗുണ്ടായിസം കാണിക്കാനും വരുന്നുണ്ട്. ഭരണം ഇന്ന് പോകും, നാളെ ഇല്ലാതാവും. അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. എന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാധ്യമപ്രവർത്തകരോട് ഇത്ര വലിയ രോഷം? ഗുണ്ടായിസം കൊണ്ട് എല്ലാം നേടാമെന്നുള്ള കരുതരുത്. പ്രഫുല്ല ഘോഷിനോടും കൂടി പറയാണ്, ഇവിടെ സ്വദേശാഭിമാന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ഒരു സംസ്ഥാനമാണ് SRCP. എന്തിന്? സത്യം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇവിടെ മാധ്യമങ്ങൾ ഇവിടെ തളർന്നിട്ടില്ല, മാധ്യമ പ്രവർത്തകർ തളർന്നിട്ടില്ല, വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അവരുടെ തൂലികയ്ക്ക് അത്രയും ശക്തിയുണ്ടെന്ന് നിങ്ങൾ കരുതില്ല. ഇന്ന് പഴയ മാധ്യമപ്രവർത്തനമല്ല ഉള്ളത്. ഇന്ന് അതേ സ്പോട്ടിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ദൃശ്യമാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് അതിന്മേൽ നിങ്ങൾ കൊള്ളരായ്മ കാണിക്കുമ്പോൾ, ഗുണ്ടായിസം കാണിക്കുമ്പോൾ അത് ആൾക്കാർ കാണുന്നു എന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകരെ തടയാൻ വന്നാൽ അതിന്റെ പ്രതിഫലം വേറെയായിരിക്കും എന്നോർക്കുന്നു. എന്റെ പോലീസ് സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇവിടെ കക്ഷി രാഷ്ട്രീയം മനസ്സിലിരുത്തി ഇവിടെ നമ്മുടെ ഒരു കേസ് വരുമ്പോൾ അതുമായിട്ട് പ്രതികരിക്കരുത്. നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി നടപ്പാക്കേണ്ട വ്യക്തികളാണ്. അത് മനസ്സിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകണമെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് നിങ്ങൾ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രേരണ മൂലം മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ നടപടിയല്ല. നിങ്ങൾ ഞങ്ങളുടെ സഹകരിക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചടയമല. ബഹുമാനപ്പെട്ടവരെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ നടന്ന പരിപാടി എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, എന്റെ കയ്യിലിരിക്കുന്ന പ്ലക്കാർഡ് നിങ്ങൾ സജീവ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ 2013 മുതൽ 10-15ഓളം കേസിൽ പ്രതിയായിട്ടുള്ള FIR കടക്കൽ പോലീസ് എടുത്തിട്ടുള്ള FIR ആണ് ഒരു അഡ്വക്കേറ്റിനെതിരെ മിസ്റ്റർ പ്രഫുല്ല ഘോഷ്. രാഷ്ട്രീയ പരിവേഷം എന്തു തന്നെയായാലും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. ഇങ്ങനെ ഒരാളാണ് ഇവിടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നുവെങ്കിൽ എത്രത്തോളം അതപ്പതിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയാതെ, പ്രിയപ്പെട്ടവരെ, ഇത് FIR എടുത്ത കേസ് മാത്രമാണ്. ഇനി FIR എടുക്കാത്ത എത്രയോ കേസുകളിൽ ഈ കക്ഷി പ്രതിയാണ്. ഇദ്ദേഹമാണ് കോട്ടിട്ടുകൊണ്ട് കടക്കൽ ജഡ്ജിമാരെ കടക്കൽ മുനിസിപ്പൽ കോടതിയിലും കയറിയിറങ്ങുന്നത്. ഇദ്ദേഹമാണ് പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് വേണ്ടി കയറിയിറങ്ങുന്നത്. ഇദ്ദേഹമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രവർത്തകർക്ക് വേണ്ടി കയറിയിറങ്ങുന്നത്. അത് വേണമോ എന്ന് ഇവിടുത്തെ ചിന്തിക്കുക. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന എന്റെ നാട്ടുകാരും എന്നെ ശ്രമിക്കുന്ന എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുമായിരുന്നു. മേലിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹകരിച്ചാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിർത്തുന്നു. നമസ്കാരം. ഇവിടെ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്ന വേണ്ടി കേരളത്തിന്റെ ലേഖം കൂടിയായ ശ്രീ മനോജിനെ ക്ഷണിച്ചു. ബഹുമാന്യരായിട്ടുള്ള കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ, അത്യന്തം വിഷമത്തോടെയും ഖേദത്തോടും കൂടിയാണ് നമ്മളിവിടെ എത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്നൊരു അക്രമ സമരം, ആ അക്രമ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു തൊഴിൽപരമായ കാര്യം മാത്രം ചെയ്ത മാധ്യമപ്രവർത്തകരെ കൂട്ടായി വന്ന് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ നിഷേധമാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ആളുകൾ കാണണം, എന്ത് ആൾക്കാർ കേൾക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇത്തരം ചില രാഷ്ട്രീയ പാർട്ടികളല്ല. ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളാണ്, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാനുള്ള ബാധ്യത അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് ചെയ്യുന്ന തൊഴിലാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. അവരെ കൈയേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ ധ്വംസനത്തിന്റെ ഏറ്റവും വലിയ ഒരു ധ്വംസന കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വാർത്തകൾക്ക് പുറത്തു നിൽക്കുന്ന അനേകം വരുന്ന ജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ
അർഹതപ്പെട്ട സർക്കാർ മറ്റ് അധികാരികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നയിക്കാൻ വേണ്ടി നൂറുകണക്കിന് വിഷയങ്ങളിൽ ഇടപെടുന്ന മാധ്യമപ്രവർത്തകരാണ്. അവര് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ജോലി മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളൊരു അന്തരീക്ഷം, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഏറ്റെടുക്കണം. വളരെ വിരലെണ്ണാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വളരെ വിരലെണ്ണാവുന്ന പോലീസുകാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു അവസരത്തിൽ തന്നെയാണ് അവരും നിൽക്കുന്നത്. ഇതുപോലെ 4, 5, 6 പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചാണ് ഓരോ പ്രാദേശിക പത്രപ്രവർത്തകരും ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ആ സധൈര്യം അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ ചടങ്ങിലെത്തിയ, ഈ പ്രതിഷേധ സംഗമത്തിലെത്തിയ, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ പ്രാദേശിക പത്രപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ഇപ്പൊ FIR എടുത്ത് ഇത്രയും കേസേ ഉള്ളൂ. ഒതുക്കി തീർത്ത പീഡന കേസ് വരെ ഞങ്ങൾ ചെവഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് അതിന്റെ പിന്നാമ്പുറം നടത്തിക്കില്ല. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടുത്തെ SHO, എനിക്ക് അദ്ദേഹം ചുമലിരിക്കും പോലെ എനിക്കറിയാം, അദ്ദേഹത്തെ നല്ല പരിചയമുണ്ട്, അദ്ദേഹത്തിന് വലിയ പരിചയമില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളുടെ ഈ പ്രശ്നം അത് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്ത് അതിന്റേതായ അവിടുത്തെ CCTVയുടെ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ശേഖരിച്ച് നടപടികൾ എടുത്തില്ലെങ്കിൽ ഞങ്ങളും ഇതുമായി മുമ്പോട്ട് പോകും. ഈ കേസ് എന്താണ് പോലീസ് ഓരോ ദിവസവും ചെയ്യുന്നത് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാരെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ വരുന്നത് പോലെ, അല്ലെങ്കിൽ അത് എങ്ങനെ ചെകഞ്ഞെടുത്ത് ഞങ്ങൾ വെളിയിലെത്തിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കും ചെകഞ്ഞാനുള്ള അവകാശം ഉണ്ട്. അത് ഏത് രീതിയിൽ ഞങ്ങളത് ചെയ്യും. അതുകൊണ്ട് അടിയന്തരമായി ഈ സ്ഥാനത്തിരിക്കുന്ന അതിന്റെ പോലീസ് മേധാവി ആ കേസ് അടിയന്തരമായി അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കണം. അത് ഞങ്ങൾ പരിശോധിക്കും എന്താണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. താങ്കൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ പേരിലുള്ള ആൾക്കാരെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം നല്ല രീതിയിൽ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതല്ലെങ്കിൽ ഞങ്ങൾ DGP കാണും, മേലുള്ള എല്ലാവരെയും ഞങ്ങളത് കാണും. കോടതിയും ഞങ്ങൾ ബാർ അസോസിയേഷൻ അത് പരാതി കൊടുക്കും. ഏതറ്റം വരെ പോകണമെങ്കിലും അത്തരത്തിൽ ഞങ്ങൾ എല്ലാ രീതിയിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കോ അതിനൊന്നും ഇടവരുത്താതെ അത് അത്യാവശ്യം അവിടെ രണ്ടുപേരെ വിളിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചോ എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത ഓരോ പത്രപ്രവർത്തകരും, ഞങ്ങൾ ഇവിടെ നേരത്തെ ആരാണ് ചോദിക്കുന്നത് പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര പേരെ ഉള്ളൂ. ഞങ്ങളല്ല, ഞങ്ങള് ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോ കടയ്ക്കൽ, ചടയമംഗലം, അഞ്ചൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഓരോ മേഖലയിൽ നിന്നുള്ള 10 പേരടക്കമുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആള് കൂട്ടണമെങ്കിൽ ഇനി കൂട്ടാം. ഞങ്ങൾ ജില്ലാ തലത്തിൽ കൂട്ടാം, സംസ്ഥാന തലത്തിൽ കൂട്ടാം, ഞങ്ങൾ മേഖലാ തലത്തിൽ കൂട്ടാം, ഏത് തരത്തിലും കൂട്ടാൻ ഞങ്ങൾ റെഡിയാണ്. അതിന് ഇടവരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ അന്വേഷിച്ച് അതിന് കേസ് കൊടുത്ത് മറ്റേ പഴയ പണ്ട് ബിനുവിനെ അടിച്ച കേസിന് റെഫർ ചെയ്യാൻ വേണ്ടി കൊടുത്തപോലെ ആവരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും. പിന്നെ ഞങ്ങൾ നിങ്ങളെയും ഓരോ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും. ഞങ്ങൾ അതിനകത്തോട്ട് ഇറങ്ങേണ്ടി വരും. അപ്പൊ അതൊന്നും ഇടവരുത്താതെ ഞങ്ങളിവിടെ വിളിക്കുമ്പോൾ നിങ്ങൾ പല കേസുകളും നിങ്ങൾ ഒതുക്കിയതുണ്ട്. അതൊക്കെ ഞങ്ങൾ രംഗത്തിറക്കി ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്കും മോശം വരും. ഇത്തരം ഈ മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഈ കോർട്ടിട്ട വക്കീൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ നടപടികൾ അവസാനിപ്പിക്കണം. അദ്ദേഹത്തിന്റെ എടുത്ത ചാർജുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത FIRകൾ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് മുൻപോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്തവർക്ക് എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഈ യോഗം അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു. ശ്രീ വിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രണാമം. ലൈക്ക് ബട്ടൺ അമർത്താനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പ്രധാനമായി ശ്രീ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും പ്രത്യേക റിപ്പോർട്ടുകളും ലഭ്യമാകും.